ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ആലിയാസ് ലിറ്റിൽ ജോയ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു എഗ് റോസ്റ്റിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു എഗ് റോസ്റ്റിൻ്റെ റെസിപ്പിയാണിത്. സാധാരണ നമ്മൾ മുട്ടക്കറി ഉണ്ടാക്കുമ്പോൾ മുട്ടയൊക്കെ പുഴുങ്ങിയെടുക്കുകയാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ അതിന് പകരം ഇഡ്ഡലി പാത്രത്തിലിട്ട് ഒന്ന് സ്റ്റീം ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒരു ഇഡ്ഡലി പാത്രം അടുപ്പത്ത് വെച്ച് അതിലാവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഇഡ്ഡലിത്തട്ട് വെച്ചതിന് ശേഷം അതിൽ കുറച്ച് എണ്ണ പുരട്ടി കൊടുക്കണം. ഇപ്പോൾ മുട്ട നമ്മൾ പൊട്ടിച്ചൊഴിക്കുമ്പോൾ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എണ്ണയൊക്കെ ഇങ്ങനെ ബ്രഷ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ കറി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ 5 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. ഇഡ്ഡലി തട്ടിലേക്ക് ഇതുപോലെ മുട്ടയൊക്കെ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മൾ മുട്ട പുഴുങ്ങുന്നതിനേക്കാളും കുറച്ച് സമയം മതിയാവും ഇത് റെഡിയാവാനായിട്ട്. അപ്പം അടച്ചു വെച്ച് ഏകദേശം ഒരു 5 മിനിറ്റ് നേരത്തേക്ക് സ്റ്റീം ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ മുട്ടയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് തണുത്തതിന് ശേഷം കുറച്ച് നേരം കഴിഞ്ഞ് ഇഡ്ഡലി പാത്രത്തിൽ നിന്ന് ഇളക്കി മാറ്റാം. ഇനി മുട്ടക്കറി തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ 3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കണം. ഇനി നമ്മൾ ചേർക്കാൻ പോകുന്നത് 1 ടീസ്പൂൺ പെരിഞ്ജീരകമാണ്. അപ്പോൾ മുഴുവൻ പെരിഞ്ജീരകമാണ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് വേണ്ടത് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. ഇപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ എണ്ണയിലിട്ട് പച്ചമണം മാറുന്നവരെ വഴറ്റുക. ഇനി നമ്മൾ ചേർക്കാൻ പോകുന്നത് 3 സവോള ചെറുതായിട്ട് അരിഞ്ഞതാണ്. അപ്പോൾ വളരെ ചെറുതായിട്ട് അരിഞ്ഞ ഈ സവോളയും കൂടി ചേർത്ത് നമുക്കത് വഴറ്റി കൊടുക്കാം. അതോടൊപ്പം 3 പച്ചമുളക് കീറിയിട്ടതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി സവോളയൊക്കെ നന്നായിട്ട് വഴറ്റുക. സവോള പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. സവോള നന്നായിട്ട് വഴന്നാലേ ഏതൊരു കറിക്കും നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഇത് നന്നായിട്ട് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് 2-3 മിനിറ്റ് നേരത്തേക്ക് അടച്ചു വെച്ചൊന്ന് വേവിക്കാം. ഈ സമയം കൊണ്ട് 2 തക്കാളി മിക്സിയിലിട്ട് നന്നായിട്ട് അടിച്ചെടുത്ത് വെക്കാം. സവോള നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി തക്കാളി പേസ്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ തക്കാളി പേസ്റ്റും കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ഇനി നമ്മൾ ചേർക്കാൻ പോകുന്നത് ചുവന്ന മുളക് പൊടി 2 ടീസ്പൂണാണ്. പിന്നെ വേണ്ടത് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ വേണ്ടത് ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയുമാണ്. അപ്പോൾ ഇത് എല്ലാം കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ നമ്മൾ നേരത്തെ ചേർത്ത തക്കാളി പേസ്റ്റും ഈ മസാലപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. അപ്പോൾ ഇത് പച്ചമണമൊക്കെ മാറി നന്നായിട്ട് വെന്തുടഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ നമുക്ക് എത്രയാണോ ഗ്രേവി വേണ്ടത് അതനുസരിച്ചിട്ട് വെള്ളത്തിൻ്റെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഇനി ഈ ഗ്രേവി നന്നായിട്ടൊന്ന് തിളപ്പിക്കണം. ഈ സമയത്ത് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ സവോള വഴറ്റുമ്പോൾ ഉപ്പ് ചേർത്ത് കൊടുത്തതാണ്. അപ്പോൾ അതനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വേണം ചേർക്കാനായിട്ട്. ഇനി നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന മുട്ടയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. മുട്ട ചേർത്തതിന് ശേഷം ഒരു 5 മിനിറ്റ് നേരത്തേക്ക് ലോ ഫ്ലെയിമിലിട്ട് വേവിക്കുക. എങ്കിൽ മാത്രമേ നമ്മുടെ മസാലയൊക്കെ ഈ മുട്ടയിൽ പിടിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ. ഇപ്പോൾ മുട്ടയൊക്കെ ചേർത്തതിന് ശേഷം 5 മിനിറ്റ് നേരത്തേക്ക് അടച്ചു വെച്ച് വേവിക്കണം. ലോ ഫ്ലെയിമിലായിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നമ്മൾ സ്റ്റൗ ഓഫാക്കിയതിന് ശേഷം 1/4 കപ്പ് മല്ലിയിലയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ നമ്മുടെ മസാല മുട്ട റോസ്റ്റ് റെഡിയായി കഴിഞ്ഞു. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. സാധാരണ ചെയ്യുന്നതെന്ന് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ളൊരു രീതിയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സ്റ്റേ ബ്ലെസ്ഡ് ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.